നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയ പ്രതി പിടിയിൽ. പോക്സോ കേസിലെ പ്രതിക്ക് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു. തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിന് 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ട് ആയി നൽകിയതിനെതിരെ പ്രതിഷേധം. വിശദമായ വാർത്തയിലേക്ക്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയ പ്രതി പിടിയിൽ. അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് കോഴിക്കോട് കക്കോടി സ്വദേശിയായ റയാൻ വീട്ടിൽ റയാനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പരിയാരം സ്വദേശിയായ പരാതിക്കാരനെ ഫേസ്ബുക്ക്, മെസഞ്ചർ, വാട്സ്ആപ്പ്, ടെലഗ്രാം എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയച്ച് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പോക്സോ കേസിലെ പ്രതിക്ക് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയം മൊബൈൽ ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയായ കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി ചേപ്പുള്ളി വീട്ടിൽ അബ്ദുൾ കരീം എന്നയാളെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയടയ്ക്കുന്നതിനുമായി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോർട്ട് ജഡ്ജ് ജയാപ്രഭു ശിക്ഷ വിധിച്ചത്. പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു. ക്ഷേത്രനഗരിയിലെ 800-ലധികം വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷേത്രനഗരിയിൽ വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായാണ് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പോലീസ് വൺ വേ സംവിധാനം കർശനമാക്കിയത്. നേരത്തെ ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു വൺ വേ. ഇത് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ബാധകമായിരുന്നില്ല. എന്നിട്ടും ഗതാഗതക്കുരുക്കിന് ശമനം കാണാതായതോടെ ഓട്ടോറിക്ഷകൾക്കും വൺ വേ ബാധകമാക്കുകയായിരുന്നു. അഷ്ടമിരോഹിണി അടക്കമുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ ഈ പരീക്ഷണം വിജയകരമായതോടെയാണ് ദിവസവും ഈ രീതി തുടരാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ACPC പ്രേമാനന്ദ കൃഷ്ണൻ ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. എന്നാൽ തീരുമാനം അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. ഔട്ടർ റിംഗ് റോഡിൽ പൂർണ്ണമായും വൺ വേ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പുതിയ പരിഷ്കരണം പ്രകാരം കാലിയായി ഓടുന്ന ഓട്ടോറിക്ഷകളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇതുമൂലം യാത്രക്കാരെ ഇറക്കി സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. CITU, INTUC, BMS, AITUC സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. കടകളടച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മേയർ. കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനവിനെതിരെ അരിയങ്ങാടിയിലെയും നായരങ്ങാടിയിലെയും കടകൾ അടച്ചാണ് വ്യാപാരികൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. മേഖലയിലെ ഭൂരിഭാഗം കടകളും അടച്ചിട്ടതോടെ ഇവിടങ്ങളിലെ ചരക്ക് നീക്കം സ്തംഭിച്ചു. വിവിധ വ്യാപാരി സംഘടനകളും ചുമട്ട് തൊഴിലാളി യൂണിയനുകളുടെയും ഡ്രൈവർമാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പേട്ട ഫീസിനെതിരെ പ്രതിഷേധം ഉയരുന്നത്. കടകളടച്ച വ്യാപാരികളുടെ നേതൃത്വത്തിൽ അരിയങ്ങാടിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വിഷയത്തിൽ കോർപ്പറേഷന്റെ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നും അധിക ഫീസ് വർധന പിൻവലിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടു.
തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തി. അന്യായമായ പേട്ട ഫീസ് പിൻവലിക്കും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്ന നിലപാടിലാണ് വ്യാപാരികൾ. പുതുക്കിയ നിരക്ക് വർധനയുമായി മുന്നോട്ടു പോകുമെന്നും കാലങ്ങളായി ഫീസ് വർധന നടത്തിയിട്ടില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ സർക്കാരിനെയോ കോടതിയെയോ സമീപിക്കാമെന്ന നിലപാടിലാണ് മേയർ MK വർഗീസ്. അരിയങ്ങാടിയിൽ നിലവിലെ പേട്ട ഫീസിന്റെ 8 ഇരട്ടിയിൽ അധികമാണ് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചത്. ഇതിനു പുറമെ ശക്തൻ മാർക്കറ്റിൽ ഫീസ് വാങ്ങിയ വാഹനത്തിൽ നിന്ന് അരിയങ്ങാടിയിൽ വീണ്ടും ഫീസ് ഈടാക്കുന്നു. കാലാനുസൃതമായ ഫീസ് വർധന അംഗീകരിക്കാമെങ്കിലും കുത്തനെയുള്ള ഈ ഫീസ് വർധന അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വ്യാപാരികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. 9.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാൻഡ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ വന്നുപോകുന്ന തൃശൂർ KSRTC സ്റ്റാൻഡ് സ്ഥലപരിമിതിയും വാഹനപ്പെരുപ്പവും മൂലം കാലങ്ങളായി വീർപ്പുമുട്ടുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ പലതവണ സ്റ്റാൻഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വച്ചെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ജൂലൈ 7-ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തൃശൂരിൽ വന്നതോടെയാണ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറത്തുള്ള PK എന്റർപ്രൈസസ് എന്ന സ്ഥാപനമാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ ആകുമെന്നാണ് കരാറുകാർ പറയുന്നത്. ഗ്യാരേജ് പൊളിച്ചുമാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റാൻഡിന്റെ മെയിൻ കെട്ടിടവും പൊളിക്കാൻ ആരംഭിക്കും. അതിനു മുൻപ് KSRTC ബസ്സുകൾക്ക് താൽക്കാലിക സ്റ്റാൻഡ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ച 7 കോടി രൂപയും P ബാലചന്ദ്രൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 2.5 കോടി രൂപയും ചേർത്ത് 9.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും സൗകര്യങ്ങൾ ഒരുക്കും. പെട്രോൾ പമ്പിന് നൽകിയതിൽ നിന്ന് കുറച്ച് സ്ഥലം തിരിച്ചെടുത്ത് 2 വശത്തുകൂടി ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തും. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിന് 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ തൃശൂർ അത്ലറ്റിക് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. കോർപ്പറേഷൻ നടപടി നിയമവിരുദ്ധമാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു. മാജിക് FCക്ക് സ്റ്റേഡിയം കൈമാറുമ്പോൾ അവർ ഫുട്ബോൾ ടർഫ് നവീകരിക്കും. ഫീൽഡിന്റെ നീളം 106 മീറ്ററും വീതി 70 മീറ്ററായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതോടെ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം നഷ്ടപ്പെടുമെന്ന് ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം ഗേലോ ഇന്ത്യ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കാനുള്ള അനുമതി നൽകുകയും അതിനായുള്ള MOU ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ MOU നിലനിൽക്കുമ്പോൾ നടന്ന കൈമാറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. നടപടിക്കെതിരെ തിങ്കളാഴ്ച കായിക താരങ്ങളും പരിശീലകരും കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി. ഗ്രാമിന് 10,530 രൂപ, പവന് 84,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്ന് 1,08,00,000 രൂപ തട്ടിയ പ്രതി പിടിയിൽ. പോക്സോ കേസിലെ പ്രതിക്ക് 6 കൊല്ലം തടവിനും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു.
തൃശൂർ കോർപ്പറേഷന്റെ പേട്ട ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗ്യാരേജ് പൊളിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയം മാജിക് FC ടീമിന് 5 വർഷത്തേക്ക് ഹോം ഗ്രൗണ്ടായി നൽകിയതിനെതിരെ പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.